ഇന്നത്തെ എപ്പിസോഡിൽ സച്ചി അങ്ങനെ കൂട്ടുകാരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ, എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തായോ പറയും. അപ്പം നീ പെട്ടെന്ന് അങ്ങോട്ട് വന്ന ഐഡിയ ചോദിച്ചാൽ ഞങ്ങളിങ്ങനെ പറഞ്ഞു തരാൻ ആലോചിക്കട്ടെ എന്നിങ്ങനെ പറയട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സച്ചിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഭാര്യ വിളിക്കുകയാണ് ആ കൂട്ടുകാരനെ. അപ്പം എന്നിട്ട് ഫോൺ എടുത്തിട്ട് ചോദിക്കും, നിനക്കല്ലെങ്കിലും നീ എന്തെങ്കിലും പുറത്ത് പോയി വാങ്ങാറുണ്ടോ, നീ എല്ലാതും ഓർഡർ ചെയ്യുന്നല്ലേ ചെയ്യാറ്, പിന്നെ എന്തിനാ നീ എന്നോട് ചോദിക്കണം, നീ ഒന്ന് വെച്ചിട്ട് പോയി എന്നിങ്ങനെ പറയും. അപ്പോൾ മറ്റേ മഹേഷ് ചോദിക്കും, എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ, അവളെപ്പോഴും ഒരു സാധനം പുറത്ത് പോയി വാങ്ങാറില്ല, എല്ലാതും ഓർഡർ ചെയ്യുക, എന്നിട്ട് മനുഷ്യന്മാർക്ക് ഓരോ പണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ സച്ചിക്ക് പെട്ടെന്ന് എനിക്ക് ഐഡിയ കിട്ടി, നമുക്ക് ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ടാക്കാം എന്ന് പറയും. അപ്പോൾ മൊബൈൽ ഷോപ്പോ, ഇപ്പം എല്ലാവർക്കും സാധനങ്ങൾ സ്വന്തം വീട്ടിലെത്തണതല്ലേ ഇഷ്ടം. അപ്പം അതുപോലെ പൂക്കൾ നമ്മൾ ഓരോരുത്തർ വീട്ടിലെത്തിച്ച് കൊടുക്കും. അപ്പോൾ ഒരു സ്കൂട്ടി വാങ്ങിക്കഴിഞ്ഞാൽ അത് വീട്ടിലെത്തിച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ അവൾക്ക് എവിടെ വേണമെങ്കിൽ നിന്നിട്ടും എന്താ പറയുക, പൂക്കച്ചവടം ചെയ്യാം. അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ സച്ചി പറയും, ഞാൻ ഇപ്പം തന്നെ പോയിട്ട് സ്കൂട്ടി വാങ്ങട്ടെ, എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഇരിപ്പുണ്ട് പറയട്ടോ. അപ്പോൾ നമ്മുടെ മഹേഷും അവരൊക്കെ പറയും, നിനക്ക് ഞങ്ങൾ എന്തായാലും പൈസ തരാണ്ടല്ലോ, ആദ്യത്തെ കുറച്ച് പൈസ ഞങ്ങൾ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ 4000 രൂപയും മറ്റൊരാൾ 5000 രൂപയും കൊടുക്കും കേട്ടോ. അപ്പോൾ സച്ചി പറയും, എൻ്റെ കയ്യിൽ ഒരു 20,000 രൂപ ഉണ്ട്, അപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് ഞാൻ പോയിട്ട് ഒരു സ്കൂട്ടി വാങ്ങട്ടെ പറയും. എന്നിട്ട് അങ്ങനെ സ്കൂട്ടിയുടെ കടയിൽ ചെന്ന് നോക്കുമ്പോൾ 2 തരം സ്കൂട്ടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഏത് കളറാണ് ഭാര്യയ്ക്ക് ഇഷ്ടം ചോദിക്കുമ്പോൾ സച്ചി പറയും, ഏത് കളറാണ് അവൾക്ക് ഇഷ്ടം എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, ഞാൻ ഓൺലൈൻ എന്തായാലും വിളിച്ച് ചോദിച്ചോക്കട്ടെ എന്ന് അങ്ങനെ പറയും. ഉണ്ട് രേവതിനെ വിളിച്ച് ചോദിക്കുമ്പോൾ രേവതി ചോദിക്കും, എന്തിനാ, എനിക്ക് സാരി വാങ്ങാനാവില്ല എൻ്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട്, എനിക്ക് സാരി ഒന്നും വേണ്ട, നിങ്ങളിങ്ങോട്ട് പോകുന്നേ, ഭക്ഷണം കഴിക്കാൻ വായോ എന്നൊക്കെ തന്നെ പറയും. ഇല്ല, നീ ഏത് കളറാണ് ഇഷ്ടം എന്ന് പറയും ചോദിക്കുമ്പോൾ രേവതി പറയും, എനിക്ക് ചുവപ്പ് കളറാണ് ഇഷ്ടം എന്ന് പറയും കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്കൂട്ടിയും ചുവപ്പ് സ്കൂട്ടി ആയിരുന്നു. അങ്ങനെ ആ സ്കൂട്ടി വാങ്ങിയിട്ട് പുറത്ത് വരികയാണ്. എന്നിട്ട് ഗേറ്റിൻ്റെ പുറത്ത് നിന്നിട്ട് അച്ഛനെ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അച്ഛനെ വിളിച്ചിട്ട് പറയും, അച്ഛനും അമ്മയും കൂട്ടിയിട്ട് വേഗം ഒന്ന് ഗേറ്റിൻ്റെ അവിടേക്ക് വായോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടിയും. അതുപോലെ നമ്മുടെ സുധീനെയും ശ്രീകാന്തിനെയും ഒക്കെ വിളിക്കുകയാണ്. എന്നിട്ട് അവരവരെ ഭാര്യമാരെയും കൂട്ടി വരാൻ പറയും. അതുപോലെ രേവതിനെയും വിളിച്ചിട്ട് പറയും, നീ പുറത്തേക്ക് വായോ എന്ന് പറയും കേട്ടോ. അങ്ങനെ എല്ലാവർക്കും സ്കൂട്ടി കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് എന്തിനാ ഈ സ്കൂട്ടി വാങ്ങിയതൊക്കെ പറയും കേട്ടോ. അപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ വർഷയൊക്കെ പറയും, അതെന്തായാലും സൂപ്പറായി, ആ കട എന്തായാലും പോയത് നന്നായി, ഇത് അതിനെക്കാട്ടി അടിപൊളി ഐഡിയ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.